സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനെതിരെ നടപടി. കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ അധ്യക്ഷൻ SS സുധീറിനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്പോർട്സ് കൗൺസിലിന്റെ നടപടിയാണ് ഇപ്പോൾ ജില്ലാ അധ്യക്ഷനെതിരെ ഉണ്ടായിട്ടുള്ളത്. കായിക മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള SS സുധീറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഹാൻഡ്ബോൾ താരങ്ങളുടെ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിലാണ് ഈ സസ്പെൻഷൻ. നേരത്തെ കായിക മന്ത്രി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ ഹാൻഡ്ബോൾ അസോസിയേഷൻ സമരം നടത്തിയിരുന്നു. ഈ സമരത്തെ പിന്തുണച്ചു എന്നതിന്റെ പേരിലാണ് സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള SS സുധീറിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. കായിക വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ സ്പോർട്സ് കൗൺസിലിനോട് നിർദ്ദേശിച്ചത്. അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് SS സുധീറിനെ മാറ്റിയിരിക്കുകയാണ്. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും അടങ്ങുന്നവർ അന്വേഷണം നടത്തി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കായിക വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനടിസ്ഥാനത്തിൽ ഒരു പക്ഷേ സുധീറിനെ ഈ സ്പോർട്സ് കൗൺസിൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എടുക്കുക എന്നതാണ് കായിക വകുപ്പ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ ഈ സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും തമ്മിൽ വലിയ രീതിയിലുള്ള ഭിന്നത രൂപപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പ്രസ് മീറ്റ് നടത്തി ഹാൻഡ്ബോൾ താരങ്ങൾ വെള്ളി നേടാൻ വേണ്ടി അനധികൃതമായി ഇടപെട്ടു എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് ഹാൻഡ്ബോൾ താരങ്ങൾ ഒരു സമരം നടത്തുകയും തങ്ങളുടെ മെഡൽ കടലിൽ ഒഴുക്കാമെന്ന തരത്തിലേക്ക് അവർ സമരം നടത്തുകയും ചെയ്തത്. ആ സമരത്തിന് പിന്തുണച്ചു എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ജില്ലാ അധ്യക്ഷനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഇത് കായിക വകുപ്പ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. കായിക വകുപ്പ് വിശദീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഹാൻഡ്ബോൾ താരങ്ങളെയല്ല കായിക വകുപ്പ് മന്ത്രി വിമർശിച്ചത്, ആരോപണം ഉന്നയിച്ചത് ഹാൻഡ്ബോൾ താരങ്ങൾക്കെതിരെ അല്ല എന്ന തരത്തിൽ കായിക വകുപ്പിന്റെ വിശദീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ ഹാൻഡ്ബോൾ താരങ്ങളെ തന്നെയായിരുന്നു. പക്ഷേ ആ സമരം, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ഹാൻഡ്ബോൾ താരങ്ങൾ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സ്പോർട്സ് കൗൺസിലിന്റെ മുന്നിൽ സമരവുമായി എത്തിയത്. അതിന് പിന്നാലെ അടുത്ത ആഴ്ച ശംഖുമുഖത്ത് താരങ്ങളുടെ മെഡൽ അവിടെ ഒഴുക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സമരത്തിന് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള SS സുധീർ അതിനോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ആ സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അത് മോശമായി, അല്ലെങ്കിൽ അത് തെറ്റായ പ്രവണതയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്യുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു തുടർ നടപടി വൈകാതെ ഉണ്ടാകും. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ജില്ലാ കൗൺസിലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും അടങ്ങുന്നുള്ള കമ്മിറ്റി ഇക്കാര്യം അന്വേഷിച്ചതിന് ശേഷം തുടർ നടപടി എടുക്കാനാണ് സ്വീകരിച്ചിട്ടുള്ളത്. വൈകാതെ തന്നെ അദ്ദേഹത്തെ ഈ സ്പോർട്സ് കൗൺസിൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്. ശരി അർജുൻ.